നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോതമംഗലം കൺവെൻഷന് 26-ന് തുടക്കമാകും. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഞായറാഴ്ച വരെയാണ് കൺവെൻഷൻ നടത്തപ്പെടുന്നത്. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ നടക്കുന്ന കോതമംഗലം കൺവെൻഷന് 26-ന് തുടക്കം കുറിക്കും. കോതമംഗലം കൺവെൻഷൻ രക്ഷാധികാരിയായിരുന്ന ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻ മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ അനുസ്മരണത്തോടെ ആരംഭിക്കുന്ന കൺവെൻഷൻ അങ്കമാലി ഭദ്രാസന വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മോർ സെവേറിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്യും. കോതമംഗലം മേഖല മെത്രാപ്പൊലീത്ത ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനിയും സഭയിലെ അഭിമന്യ പിതാക്കന്മാരും പ്രഗത്ഭരായ സുവിശേഷകരും കൺവെൻഷനിൽ വചനപ്രഘോഷണം നടത്തുമെന്ന് ജനറൽ കൺവീനർ വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി, സഹവികാരിമാരായ ഫാദർ സാജു കുരിക്കപ്പിള്ളിൽ, ഫാദർ എൽദോസ് ചെങ്ങമനാട്ട്, ഫാദർ അമൽ കുഴികണ്ടത്തിൽ, ഫാദർ നിയോൺ കടുകപ്പിള്ളിൽ, ഫാദർ സിജു കാഞ്ഞിരത്തുങ്കൽ, തന്നാട് ട്രസ്റ്റിമാരായ KK ജോസഫ് കരിങ്കുറ്റിപ്പുറം, എബി ചേലാട്ട്, ട്രസ്റ്റിമാരായ സലീം ചെറിയാൻ, ഡോക്ടർ റോയി M ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ മറ്റേ മാർബേസിൽ കൺവെൻഷൻ സെന്ററിലാണ് നടത്തിയിരുന്നത്. ഈ വർഷം കൂടുതൽ വിശ്വാസികള് അതിൽ സംബന്ധിപ്പിക്കുക, പങ്കെടുപ്പിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടും എല്ലാവരുടെയും ഒരു ആഗ്രഹവും ഒക്കെ കണക്കിലെടുത്താണ് ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. മാർച്ച് 26 മുതൽ 30 വരെ ഉള്ള ദിവസങ്ങളിൽ കൺവെൻഷൻ നടത്തപ്പെടുമ്പോൾ സർവമത തീർത്ഥാടന കേന്ദ്രമായ പള്ളിയിലേക്ക് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വന്ന് ചേരുവാൻ തക്കവണ്ണം വാഹന ക്രമീകരണങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട്. കൺവെൻഷന്റെ ആദ്യമായിട്ട് പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദീർഘകാലമായി കൺവെൻഷന്റെ രക്ഷാധികാരിയായിരുന്ന ശ്രേഷ്ഠ കാതോലിക്ക ഭാഗ്യസ്മരണാർഹനായ ആബൂന്മാർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ഒരു അനുസ്മരണത്തോടുകൂടിയാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത്. മാർച്ച് 26 മുതൽ 30 വരെയാണ് കൺവെൻഷൻ നടത്തപ്പെടുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 5-ന് സന്ധ്യാ നമസ്കാരവും തുടർന്ന് 101 അംഗ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗാന ശുശ്രൂഷയും തുടർന്ന് വചന ശുശ്രൂഷയും നടത്തപ്പെടും. കോതമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പള്ളിയിലേക്ക് വാഹനവും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.